പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞങ്ങൾക്കൊക്കെ ഒന്നിച്ചൊരു ദിവസം ഞാൻ മറുപടി പറഞ്ഞുതരാം. ഇപ്പൊ പോയിക്കോ. ഹലോ മാഡം, കണ്ടില്ലേ പായും തലേണയൊക്കെ ഇരിക്കുന്നത്? അവർ ഒരുമിച്ചൊന്നുമല്ല മാഡം കിടന്നുറങ്ങുന്നത്. വീഡിയോ കോളിൽ വരാൻ തോന്നിയത് എന്തുകൊണ്ട് നന്നായി. ഇനിയുള്ള കാര്യങ്ങള് ഞാൻ ഏറ്റു. താങ്ക്സ് കനക. താങ്ക്സ്. ഇതുവരെ ആ വേലക്കാരിയെ സൂര്യ തൊട്ടിട്ടില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും അവൻ അവളെ തൊടില്ല. അളിയന് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയല്ലേ? അളിയനിപ്പോ എന്താ വേണ്ട? ഈ ദേഷ്യം, ഈ മൂക്കിന്റെ തുമ്പത്തുണ്ടാകുന്ന കോപം, അതെന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയാം. അളിയൻ മദ്യപിച്ചിട്ട് മദ്യം തലയ്ക്ക് പിടിക്കുന്നില്ല അല്ലേ? ആ അതെ, എന്നാ അതിനൊരു പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അളിയന് വേണ്ട സാധനം എന്റെ കയ്യിലുണ്ട്. എവിടെ? ഇവിടെ ഇല്ല, ഫുൾ സെറ്റപ്പേ അങ്ങ് വെളിയില്ല. അളിയൻ വന്നേ, അളിയന്റെ എല്ലാ മനപ്രയാസവും ഞാൻ മാറ്റിത്തരാം. സത്യമല്ലേ പറയുന്നത്? കള്ളം പറയാൻ എനിക്ക് അറിയില്ലല്ലോ. താങ്ക്സ് അളിയ. എങ്കിൽ വാ 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 വാ. അളിയ, എന്നെ അളിയൻ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അളിയനെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അളിയന്റെ മുഖം ഒന്ന് വാടിയാൽ അപ്പൊ അതെ എന്റെ ഇവിടെ ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങും. അതുകൊണ്ടാ ഞാനിത് സംഘടിപ്പിച്ചത്. അളിയ ഇരിക്കേ. അളിയൻ പെട്ടെന്ന് സാധനം എടുക്ക്. അല്ല, ഓരോന്നിനും അതിൻ്റെതായ താളമില്ലേ? ആദ്യം ഇതെന്താ? ടച്ചിങ്സ്. ഇതൊന്നും എനിക്ക് വേണ്ട. സാധനം ഉണ്ടെങ്കിൽ എടുക്കളിയ. മദ്യമുണ്ട്, പക്ഷേ അത് സീക്രട്ടാണ്. അളിയൻ ഞാനാണ് തന്നതെന്ന് വേറെ ആരോടും പറയാൻ പാടില്ല. ഞാൻ ആരോടും പറയില്ല. സാധനം ഉണ്ടെങ്കിൽ എടുക്ക്. എടുക്കാം. അതെ, ഇത് അളിയൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനമല്ല. ഇത് കുടിച്ച ഒരാളുടെയും തലയ്ക്ക് പിടിക്കാതിരിക്കില്ല. കുടിക്കുന്നവനെ ചെകുത്താനായിട്ട് മാറും. അവനെ വട്ടം കറക്കുന്ന മുതല. എടുക്ക്. ഇതാണ് ചെകുത്താൻ. അതെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അളിയൻ മദ്യം കിട്ടാതെ വിഷമിക്കില്ല. അളിയനെ ഞാൻ കുടിപ്പിച്ച് കിടത്തും. കഴിക്ക്. അയ്യോ അളിയ. അയ്യോ, അളിയൻ എന്ത് പരിപാടിയായി കാണിച്ചത്? താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഇത് കുടിക്കാൻ സൂര്യ വേറെ ലോക്കലല്ല. എനിക്ക് മദ്യപിക്കാനേ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിന് കൂടെ ഇരിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല. മനസ്സിലായോ? അളിയന് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കുടിക്കാൻ വരുന്നില്ലേ? മിണ്ടിപ്പോരുത്. ആശിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അയാളുടെ ഒരു ലോക്കൽ സാധനം. എത്ര ദിവസം കുടിക്കേണ്ട സാധനമാണ്? അയ്യോ
അങ്കിൾ നേരത്തെ വന്നോ? അങ്കിൾ സത്യത്തിൽ എന്താ? ഒരുത്തരം നല്ലവനാവനെ സമ്മതിക്കില്ല അല്ലേടാ. നീ എന്റെ മകളുടെ ഭർത്താവായി പോയി, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഇനി ഞാൻ ആവർത്തിക്കൂല, ഒരിക്കലും ആവർത്തിക്കൂല. കള്ള് വിളമ്പിയിട്ടല്ല അളിയനോട് സ്നേഹം കാണിക്കുന്നെ. എന്തിനാ സാർ ആ പാവത്തിന് ഇങ്ങനെ നശിപ്പിക്കുന്നേ? നശിപ്പിക്കൂല, ഒരിക്കലും നശിപ്പിക്കില്ല. ഇനി ആവർത്തിക്കില്ല അങ്കിൾ, ഇതും ആവർത്തിക്കല്ലേ. പല്ലുപോയി. സാർ ഇനി എന്ത് ചെയ്യും? അവസരം കിട്ടിയാ ഇവിടെ ഉള്ളവർ തന്നെ സാറിന് മദ്യം വാങ്ങിച്ചു കൊടുക്കും. എന്തായാലും ഇതിങ്ങനെ അങ്ങ് അവസാനിച്ചല്ലോ. മദ്യത്തിന്റെ കാര്യത്തിൽ അവൻ അന്തസ്സ് നോക്കാൻ തോന്നിയത് നന്നായി. ഇനി മറ്റാരും അവന്റെ കാര്യത്തിൽ ഇടപെടാതെ ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ. സാറിന്റെ മനസ്സിൽ നിന്ന് ആഗ്രഹം അങ്ങ് പോകുന്നില്ല. അത് എളുപ്പമല്ല, പക്ഷേ നിനക്കത് സാധിക്കും, എനിക്കത് ഉറപ്പാ. മിത്ര കഴിച്ചോ? അവളുടെ ശീലങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. ഇഷ്ടമുള്ളപ്പം വരും, കഴിക്കും. അമ്മേ എനിക്കും കൂടെ തന്നേക്ക്. അമ്മ പറയുകയായിരുന്നു കൃത്യസമയത്ത് നീ ഒന്നും കഴിക്കില്ലെന്ന്. അത് മുമ്പല്ലേ. ഇനി മുതൽ കൃത്യമായിട്ട് അച്ഛൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഞാനും വന്നോളാം. ആഹാ, ഇന്ന് ഈവനിങ് അച്ഛൻ എന്താ പ്രോഗ്രാം? പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, പാർട്ടിയുടെ കുറച്ച് കാര്യങ്ങള്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അച്ഛനൊന്ന് നേരത്തെ വാ. നമുക്ക് 3 പേർക്കും കൂടി ഒന്നിച്ച് പുറത്തു പോവാന്നേ. കുറച്ചു നാളായില്ലേ അങ്ങനെ പുറത്തേക്കൊക്കെ പോയിട്ട്. ഇന്നെന്താ പ്രത്യേകത? പതിവിൽ കവിഞ്ഞ സന്തോഷമാണല്ലോ മോൾക്ക്. അമ്മ എന്താ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത്? അച്ഛൻ ചോദിച്ചത് സത്യാ. ഞാൻ ഇന്ന് വലിയ സന്തോഷത്തിലാ. കാരണം എന്താന്ന് അറിയോ അച്ഛാ? കൊറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ സൂര്യ സൂര്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കയല്ലേ. നന്ദിനിയും സൂര്യയും തമ്മിലുള്ള ബന്ധം എന്റെ മനസ്സില് വലിയൊരു ടെൻഷനായിരുന്നല്ലോ. ഇപ്പൊ ആ ടെൻഷൻ എനിക്കില്ല. ആ ടെൻഷൻ